Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്ന സമയത്ത് പലപ്പോഴും ചില പുരുഷന്മാർ അറിയാതെ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. ഇത് പറയാനുള്ള കാരണം പലപ്പോഴും ചില കേസുകൾ പറയുന്ന സമയത്ത് പല ആളുകളും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് ആയിരുന്നു, എൻ്റെ ചില സ്വഭാവം കാരണം ആ റിലേഷൻഷിപ്പ് എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഈ ചില കാരണം? അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാരണം അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ വളരെ റെഗുലറായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വഭാവം ഇത് തന്നെയായി മാറിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാൻ ഇത് കാരണമാകാറുണ്ട്. അപ്പോൾ അതെന്താണ്, അല്ലെങ്കിൽ നമുക്ക് അതെങ്ങനെയാണ് ഓവർകം ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മടി കൂടാതെ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തിങ്, വിക്ടിം മെന്റാലിറ്റി കൂടുതലായി പ്രകടിപ്പിക്കുന്നു എന്നുള്ളത്. അതായത് എന്താണ് ഇവിടെ വിക്ടിം മെന്റാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എപ്പോഴും ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് അങ്ങനെ ഒരു മോശം സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ലൈഫിലെ ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ ഡിസ്കസ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും ഒരു ബിസിനസ് പ്ലാൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കില്ല് നേടാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ അവിടെ തന്നെ അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു വിക്ടിം മെന്റാലിറ്റി, അല്ലെങ്കിൽ ഞാൻ അതിനൊരു വിക്ടിമാണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഓക്കെ ആവില്ല. ഇത്തരത്തിൽ എല്ലായ്പ്പോഴും ഒരു വിക്ടിം കാർഡ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ റീസൺ ആയിട്ട് പലപ്പോഴും വരുന്നത് ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാൻ. ഇത് നിങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ പോലും ഉണ്ടാവില്ല. കാരണം എന്തൊരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും നെഗറ്റീവ് ആയിരിക്കും കൂടുതലായിട്ട് ആദ്യം വരുന്നത്. മാത്രമല്ല ആ ഒരു ഡിസ്കഷൻ എവിടെയും എത്തിച്ചേരില്ല, അതിനൊരു എഫേർട്ട് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലും എടുക്കാനുള്ള ഒരു എൻകറേജ്മെന്റ് കിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല എന്ത് കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അതൊരു സംസാരം ആദ്യമേ തുടങ്ങുന്നു, അവിടെ തന്നെ അവസാനിക്കുന്ന ഒരു രീതിയിലായിരിക്കും. ഇത്തരത്തിൽ വിക്ടിം മെന്റാലിറ്റിയാണ് കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വിക്ടിം മെന്റാലിറ്റിയാണ് കൂടുതലായിട്ട് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോകുന്നത് ഇതുകൊണ്ടാണ്. സോ പൊതുവെ ഇങ്ങനെ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അത് ഇഷ്ടപ്പെടില്ല. നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയാനും നിങ്ങളോടുള്ള മതിപ്പ് കുറയാനും ഈ ഒരു കാര്യം കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ വിക്ടിം മെന്റാലിറ്റിയാണ് നിങ്ങൾ കൂടുതലായി പ്രകടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ കാര്യം, ഇൻസെക്യൂർ ബോഡി ലാംഗ്വേജ്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി പ്രകടിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്, നടക്കുന്നത്, സംസാരിക്കുന്നത് എന്ന് വിചാരിക്കുക. സ്വാഭാവികമായി നിങ്ങളോടുള്ള അട്രാക്ഷൻ കംപ്ലീറ്റ് പോവാൻ ഇത് കാരണമാകും. അതായത് നിങ്ങളിൽ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലായിരിക്കും പലപ്പോഴും ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അത് പുറത്തു വരുന്നത് ആ ഒരു രീതിയിലായിരിക്കും, അതായത് നിങ്ങൾ ഇൻസെക്യൂർ ആണ് എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇൻസെക്യൂർ ആയിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഇത് പ്രകടമാകും. അതായത് നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു ഇൻസെക്യൂരിറ്റി അറിയാതെ അതിൽ വരും എന്നുള്ളതാണ്. സോ രണ്ടാമത്തെ ഒരു കാരണവും ഇത് തന്നെയാണ്, നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള മതിപ്പൊക്കെ ഇല്ലാതാക്കാൻ കാരണമാകുന്ന ഒരു കാര്യം വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള ബോഡി ലാംഗ്വേജിലാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയുന്നത് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം, ഒരു റിലേഷൻഷിപ്പ് ഒരു പക്ഷെ വേണ്ട എന്ന് വെക്കാൻ പലപ്പോഴും സ്ത്രീകൾക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രേരണയാകുന്ന ഒരു കാര്യം ഇനി പറയാൻ പോകുന്ന ഈ ഒരു കാര്യമാണ്. അതായത് ഒരു കാര്യത്തിനെ കുറിച്ചും സോളിഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാൻ കഴിവില്ലായ്മ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും എഗ്രി ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ നിങ്ങളെ ഇഷ്ടപ്പെടും എന്ന് കരുതിക്കൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കുക. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ ഒപ്പീനിയനും ഇല്ല. ഒരുപക്ഷെ നിങ്ങളോട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ പോലും
എനിക്കറിയില്ല, അല്ലെങ്കിൽ എനിക്കതിനെക്കുറിച്ചുള്ള അറിവില്ല, അല്ലെങ്കിൽ എനിക്ക് ഒപ്പീനിയൻ ഇല്ല, നിന്റെ എന്താണോ അത് തന്നെയാണ് എൻ്റെ ഒപ്പീനിയനും, അങ്ങനെയുള്ള രീതിയിലാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളോടുള്ള എല്ലാ അട്രാക്ഷനും അവിടെ തന്നെ പോകും എന്നുള്ളതാണ്. ഇതിന് പല റീസൺ ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ അറിവില്ലായ്മയായിരിക്കാം, അതായത് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചുള്ള അറിവില്ലായ്മയായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതെങ്ങനെ എടുക്കും, അവർക്ക് എങ്ങനെ ഫീൽ ആകും എന്നുള്ള ഓവർ തിങ്കിങ് കാരണമായിരിക്കാം. അതല്ലെങ്കിൽ അത് പറയാനുള്ള മടിയായിരിക്കാം, അല്ലെങ്കിൽ പറയാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം. ഇത്തരത്തിൽ പല ആളുകളും പല കാരണം കൊണ്ട്, റീസൺ കൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാതിരിക്കുന്നത്. ഒരുപക്ഷെ അവർക്ക് അവരുടേതായ ഒപ്പീനിയൻ ഉണ്ടായിരിക്കാം, എന്നിട്ട് കൂടി പറയാതിരിക്കുന്ന അവസ്ഥയുമുണ്ട്. ഇത്തരത്തിലാണ് നിങ്ങൾ പെരുമാറുന്നത്. ഏത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും ഒരു സോളിഡായിട്ട് ഒപ്പീനിയൻ പറയാൻ കഴിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് പറഞ്ഞാലും അതിനോട് എഗ്രി ചെയ്യുന്ന ഒരവസ്ഥ, ഇത്തരത്തിലാണ് നിങ്ങൾ പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറയും, മതിപ്പ് കുറയും. മാത്രമല്ല ഒരു പക്വതയില്ലാത്ത അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി അറിയാതെ അവിടെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതാണ് മൂന്നാമതായിട്ട് മറ്റൊരു റീസൺ, ആ റിലേഷൻഷിപ്പിൽ നിന്നും ബാക്ക് ഔട്ട് ചെയ്യാനുള്ള മറ്റൊരു റീസൺ. നെക്സ്റ്റ് വൺ, ഫേക്ക് ആയിട്ടാണ് നിങ്ങൾ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടാണ് നിങ്ങൾ അവരുടെ മുമ്പിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്നത്, അവരോട് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാനുള്ള മറ്റൊരു റീസൺ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നും ഉള്ള കാര്യങ്ങൾ ഇല്ല എന്നും, ഇത് രണ്ടും ഇത് ഒരു തരത്തിൽ ഫേക്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുമ്പോഴാണ് പലപ്പോഴും നിങ്ങളോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു മതിപ്പൊക്കെ കൂടുന്നത്. എന്നാൽ പല ആളുകളും ആ ഒരു വ്യക്തി ഇംപ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും കമ്മിറ്റഡ് ആക്കി മാറ്റണം എന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഫേക്ക് ആയിട്ട് പല കാര്യങ്ങൾ പറയുന്നു, പ്രവർത്തിക്കുന്നു. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം നമ്മളൊരു കാര്യം, ഇല്ലാത്തൊരു കാര്യം ഫേക്ക് ചെയ്തു ഉണ്ട് എന്ന് വിചാരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പലപ്പോഴും പല കള്ളങ്ങൾ പറയേണ്ടി വരുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ എല്ലായ്പ്പോഴും ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പണ്ട് പറഞ്ഞൊരു കാര്യം അതേപോലെ തന്നെ പിന്നീട് ഒരു സന്ദർഭത്തിൽ പറയാൻ കഴിഞ്ഞോളണം എന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഇത് ഫേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം ഫേക്ക് ആയിട്ടുള്ള കാര്യമായിരുന്നു, അല്ലെങ്കിൽ അതൊരു കള്ളമായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടുതലായിട്ട് നുണ പറയുന്നത്, അല്ലെങ്കിൽ വളരെ ഫേക്ക് ആയിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ഒരു റിലേഷൻഷിപ്പ് പോകാൻ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയാൻ, നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറയാനൊക്കെ കാരണമാകുന്ന മറ്റൊരു റീസൺ. ഫൈനലി, ഒരു സ്ത്രീക്ക് തീരെ ഇഷ്ടമല്ലാത്തതോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു മതിപ്പ് കുറയാൻ കാരണമാകുന്ന മറ്റൊരു റീസൺ ആണ് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത മറ്റേതെങ്കിലും ഒരു സുഹൃത്തുക്കളായിരിക്കാം. അവരെ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കുക. അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അവരെ കണ്ടു പഠിക്കണം, അല്ലെങ്കിൽ അവൾ നിന്നേക്കാൾ എത്രയോ ബെറ്റർ ആണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കമ്പാരിസൺ നടത്തിക്കൊണ്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയോ, എസ്പെഷ്യലി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ ടീസ് ചെയ്യുന്ന രീതിയിൽ പറയുകയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വളരെ ഫണ്ണായിട്ടായിരിക്കും ഈ കാര്യങ്ങൾ പറയുന്നത്, പക്ഷെ പലപ്പോഴും ഇത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അതായത് മറ്റൊരു സ്ത്രീയെ കൂടി കമ്പയർ ചെയ്തുകൊണ്ട് പറയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അട്രാക്ഷൻ കുറയാൻ കാരണമാകുന്ന മറ്റൊരു ഘടകം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, അതായത് ആ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ സ്വഭാവം കാരണമായിരിക്കാം നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് നഷ്ടമാവുന്നത്. ഇത് പലപ്പോഴായി പല ആളുകളും ആ റിലേഷൻഷിപ്പ് എനിക്ക് നഷ്ടമായി ഈ കാരണം കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതിന്റെ റെഫറൻസിൽ എടുത്ത കാര്യങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂസ്ലി നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കുറച്ച് റീസൺസ് ആണ് ഷെയർ ചെയ്ത്. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ഇതെല്ലാം ഇൻ കേസ് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഓവർകം ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ലീഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്